ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ദി ഇയർ 2025 എന്താണെന്നറിയോ? കുറച്ചു കാലം മുന്നേ ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ കുറേ ആ വാണങ്ങൾ ആ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കാണിക്കുന്നതൊക്കെ കാണണമായിരുന്നു. കരിയുക, ഗേൾഫ്രണ്ടിനെ അടുത്ത് പൊക്കുക, ചങ്കിൽ കൈയടിച്ച് അയ്യോ എന്ന് പറഞ്ഞിട്ട് കരിയുക, അങ്ങനെ കുറേ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സെയ്യാര എന്നാണ് സിനിമയുടെ പേര്. അപ്പം തന്നെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. ഞാൻ നോർമലി ഇങ്ങനെ ഹിന്ദി സിനിമ ഒന്നും കാണാറില്ല, ഹിന്ദി അറിയാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ OTTയിൽ ഇറങ്ങിയപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്താ ഇപ്പോൾ ഇവന്മാർ ഇത്ര ഓവറാക്കണേ, ഒന്ന് കാണണമല്ലോ, PR വർക്കാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയും വീഡിയോസ് വരികയല്ലേ, ഇത്രയും പേര് ഇരുന്ന് കരയണു, ആണുങ്ങൾ കരയണു, പെണ്ണുങ്ങൾ കരയണു, എന്തപ്പോൾ ഇതിലിപ്പോൾ ഇത്ര, എന്തായാലും ഒന്ന് കാണണം എന്ന് വിചാരിച്ചാണ്. അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങി ഈ സിനിമ. ഞാൻ ഒന്ന് കണ്ടു. കഷ്ടപ്പെട്ട് സബ് ടൈറ്റിലൊക്കെ വായിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അവസാനം ഇതെന്ത് മയിലെന്നായി പോയി. എന്താണ് അതിലുള്ളത്? ഒരു പൈങ്കിളി സാധനം. പ്രേമം പൈങ്കിളിയാണെന്നൊക്കെ പറയും, പക്ഷെ ഇതിങ്ങനെയുണ്ട് ഒരു പൈങ്കിളി. ഈ ഒരുമാതിരി ഡബ് ചെയ്തിട്ടൊരു ഹിന്ദി സീരിയൽ വരില്ലേ, അതിനെ കുറച്ച് നന്നാക്കി എടുത്ത് ഒരു സിനിമയ്ക്ക് പോലെ ഉണ്ട്. ഉള്ളത് പറയാലോ, ഈ ഹിന്ദിക്കാരന്മാർക്കൊക്കെ പ്രാന്താണ്. അല്ലെങ്കിൽ ഇത് PR വർക്കാണ്. ഇവർ കാശ് കൊടുത്ത് ഇവന്മാരെയൊക്കെ കരയിപ്പിക്കാൻ വേണ്ടി ആ തിയേറ്ററിൽ പോയി വരുത്തിയതാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞതിനെ വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടായിരിക്കും, പറയാൻ പറ്റില്ല.